Greetings to all of you in the precious name of our Lord and Savior Jesus Christ. കർത്തൃനാമത്തിലേവർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ചില ആഴ്ചകളിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവിനോട് ചോദിക്കുന്നതും കർത്താവ് മറുപടി പറയുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ. അതുപോലെ അതേ ചാപ്റ്ററിൽ നിന്ന് ഇന്നലെയും മിനിഞ്ഞാന്നുമുള്ള കൺവെൻഷൻ മെസ്സേജുകളിലും നമ്മൾ അതേ വിഷയം കേൾക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതേ തുടർന്ന് അല്പമായിട്ട് ചിന്തിക്കുവാൻ ഈ പൽക്കാലം ഞാനും ആഗ്രഹിക്കുന്നു. ആധാരമായി വായിപ്പാൻ ഉദ്ദേശിക്കുന്ന യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 7 and 8 വായിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ എപ്പോക്ക് മേക്കിംഗ് ഈവൻറ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യവരവാണ്. നാം ഇനി ലോകത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ ലോകത്തിന് വ്യതിയാനം വരുത്തുന്ന രീതിയിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യവരവാണ്. ഓരോ തലമുറയിലുള്ള വിശ്വാസികൾ അവരുടെ കാലഘട്ടത്തിൽ കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ചു. ഇത് അന്ത്യനാളാണ് എന്ന് അവർ വിശ്വസിച്ചു. അത് നല്ല കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മളതിന് തയ്യാറായിരിക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. AD 110 അഥവാ AD 110 ജീവിച്ചിരുന്ന ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് അദ്ദേഹം പറയുന്നത് വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകം AD 90 എഴുതിയെങ്കിൽ 110 20 വർഷം കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, വി ലീവ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. അപ്പോൾ ഇഗ്നേഷ്യസ് യേശുവിൻ്റെ AD 70 110 ജീവിച്ചിരുന്ന ആളാണ്. ആ സഭാപിതാവ് ചിന്തിച്ചത് വി ലീവ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്, നമ്മൾ അവസാന കാലഘട്ടത്താണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. AD 236 ഹിപ്പോലിറ്റസ് എന്ന് പറയുന്ന സഭാപിതാവ് ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹം റോമിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വി ആർ നിയർ ദ വൈറ്റ് ഹോഴ്സ് ഓഫ് ദി അപ്പോക്കാലിപ്സ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വെള്ളക്കുതിരയുടെ പുറത്ത് വരുന്ന ആ കാലഘട്ടമാണ് ഇത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും എഴുതുകയും ചെയ്തു. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും അമേരിക്ക കണ്ടുപിടിച്ച ആളാണ്, കോണ്ടിനെൻ്റ് കണ്ടുപിടിച്ച ആളാണ്, പല സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു വേദ പഠിതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു 156 വർഷത്തിനകം കർത്താവ് വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതേ കാലഘട്ടത്തിൽ അതിനോടടുത്ത് ജീവിച്ചിരുന്ന ആളാണ് മാർട്ടിൻ ലൂതർ, റിഫോർമർ. അദ്ദേഹം പറഞ്ഞു അടുത്ത സമീപകാലത്ത് കർത്താവ് വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് വന്നോ? കർത്താവ് വന്നില്ല. അയ്യോ, ഇവരുടെ പ്രവചനമൊക്കെ തെറ്റിപ്പോയല്ലോ എന്നോർത്ത് നമ്മൾ ക്ലേശിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വന്ന മഹാഭാഗ്യമാണ്. അവരുടെയൊക്കെ സമയത്ത് കർത്താവ് വന്നേച്ച് പോയിരുന്നെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുമോ? നമ്മൾ ദൈവഭാഗത്തേക്ക് വരുമോ? നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ടല്ലോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ജീവിച്ചിരുന്ന ആളാരാണ്? മെഥൂശലേഹിന് അത്രയും ആയുസ് ദൈവം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയോടെങ്കിലും ഈ പെട്ടകത്തിൽ കയറാൻ ചാൻസ് കിട്ടിക്കോട്ടെന്ന് കരുതിയായിരിക്കണം അത്രയും ആയുസ് കൊടുത്തത്. 10 കൊല്ലത്തിന് മുമ്പ് ജലപ്രളയം വന്നാലും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇവൻ മരിച്ചാലേ അത് നടക്കുകയുള്ളൂ. ജലപ്രളയം. അതിനുവേണ്ടി ആയുസ് നീട്ടിക്കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചത് എന്താണ്? നിൻ്റെ വരവിന് മുമ്പ് നടക്കേണ്ട അടയാളങ്ങൾ എന്താണ്? കർത്താവ് പറഞ്ഞു, അത്തി തളിർക്കും, അപ്പോഴേ വേനൽ അടുത്ത് വന്ന് അറിയുക. ഈ മാർട്ടിൻ ലൂതറോ ഇതുപോലെയുള്ള പ്രവാചകന്മാരൊക്കെ, അല്ലെ പ്രവാചകന്മാരാണെങ്കിൽ
പ്രവചനം തെറ്റിയാൽ അവർ പ്രവാചകന്മാരല്ല എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ കാലഘട്ടത്തിൽ കർത്താവിന് വരാനൊക്കത്തില്ല. അത്തി തളർത്തിട്ടില്ല. അത്തി തളർക്കുമ്പോഴേ വേനൽ അടുക്കുകയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വായിച്ച വേദഭാഗത്തിൽ ചിന്തിക്കേണ്ട ഒരു വേദഭാഗം, അന്ന് ഇവർ കഷ്ടപ്പാടിൻ്റെ മുഖത്താണ്. നമ്മൾ വായിച്ച വേദഭാഗം ഏതായിരുന്നു? ശരി, അതേ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വായിക്കുന്നത് എന്താണ്? ഒരു വളരെ പ്രശ്നപൂരിതമായ അന്തരീക്ഷം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാവുന്നു. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ യജമാനന്മാരെന്ത് ചെയ്യുന്നില്ല? കൂലി കൊടുക്കുന്നില്ല. അത് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൂലിക്കാർ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ പ്രയാസ കാലഘട്ടങ്ങളിലാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു വന്നിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത കൂടുതലായിട്ട് മനസ്സിൽ വരുന്നത്. ഈ പീഡിപ്പിക്കപ്പെട്ട സഭ ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നു കർത്താവിൻ്റെ വരവ് വളരെ സമീപമായിരുന്നുവെന്ന്. രണ്ട് രീതിയിലാണ് കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നു എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ ഇന്ന് രാത്രി മരിച്ചു, അല്ലെ ഇന്ന് മരിച്ചു, അപ്പോൾ കർത്താവിൻ്റെ വരവിനോട് നമ്മൾ സമീപിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ രഹസ്യവരവിൽ മരിച്ചവർ ഉയർക്കുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് വരെ അവർ ദൈവസന്നിധിയിലാണെങ്കിലും അവർക്ക് അടുത്ത ദിവസം പോലെ അത് തോന്നി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവിന് തുല്യമാണ്, അല്ലെ നമ്മൾ കർത്താവിനോട് ചേരുന്നു മരണത്തിൽ. രണ്ട്, കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ വരുന്നു. അത് നമ്മൾ രൂപാന്തരപ്പെടുന്ന അവസ്ഥയാണ്, തേജസ് ഉള്ള ശരീരം പ്രാപിക്കുന്ന സമയമാണ്. ഇത് രണ്ടും നമ്മുടെ അവസാനം എന്നുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കാണിക്കുന്നു. എന്ത് ചെയ്യണം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ റെഡിയായിരിക്കണം. കർത്താവ് വന്നാൽ പോകാൻ നമ്മൾ റെഡിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു ശിക്ഷാവിധി ധനവാന്മാരുടെ മേൽ വരുന്നു എന്ന് കാണുന്നു. കാരണം ധനവാന്മാർ വേണ്ട രീതിയിൽ ജോലിക്കാർക്ക് കാശ് കൊടുക്കുന്നില്ല, അവർക്ക് ജഡ്ജ്മെൻറ്റ് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വി ആർ ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്നാണ് ഈ ലാസ്റ്റ് ഡേ തുടങ്ങിയത്? എബ്രായ ലേഖനം 1 അധ്യായം എൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ കാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ അന്ത്യകാലം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ശുശ്രൂഷ ചെയ്ത കാലം അന്ത്യകാലത്തിൻ്റെ ആരംഭമാണ് എന്ന് അവിടെ പറയുന്നു. പുത്രൻ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മളൊരു ചരിത്ര വസ്തുത കാണുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് ശുശ്രൂഷിക്കുകയാണ്. 120 പേരടങ്ങുന്ന കൂട്ടത്തിൻ്റെ നടുവിൽ സിഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ആർക്കുകയും ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ചിലർ പറഞ്ഞു, ഇവരെ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്ന ആരാണ്, മത്ത് പിടിച്ച് അന്യഭാഷ പറയുകയാണ്.
അതൊരു വളരെ വിരോധാഭാസമാണ്. ഈ മത്ത് പിടിച്ചാൽ പുതുഭാഷയെ സംസാരിക്കാൻ പറ്റുമോ? ഇവരെല്ലാം ജനിച്ചു വളർന്ന പ്രാദേശിക ദേശത്തുള്ള ഭാഷയാണ് സംസാരിക്കുന്നത്, ക്ലിയർ ലാംഗ്വേജസ്. കള്ളു കുടിച്ചാൽ ആർക്കാ പുതിയ ലാംഗ്വേജ് കിട്ടുന്നത്? ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പോൾ വിവരം കെട്ട ഒരു വാക്കാണ് അവർ പറയുന്നത്. അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മ നിറവോടുകൂടി അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവർ പുതുവിഞ്ഞ് കുടിച്ചവരല്ല. രാവിലെ 3 മണി നേരമേ ആയിട്ടുള്ളൂ, എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്കേ ആയിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം. ആ സമയത്ത് ആരും കള്ളു കുടിക്കുകയല്ലേ ഇസ്രയേലിൽ, വൈകിട്ടൊക്കെ ആയിരിക്കും. ഇന്ന് അങ്ങനെയും കുടിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവർ പുതുവിഞ്ഞ് കുടിച്ചവരല്ല. പിന്നെന്താണ്? യോവേൽ പ്രവാചകൻ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അരുളി ചെയ്തത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങൾ കാണും, എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും കൂടി ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്ത് നടക്കേണ്ട കാര്യങ്ങളുടെ നിവൃത്തിയാണ് നിങ്ങൾ കാണുന്ന അന്യഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് എത്ര നാളായി? 2000 വർഷമായി. അപ്പോൾ 2000 വർഷം മുമ്പ് ദൈവത്തിൻ്റെ ആത്മനിറവോടുകൂടി പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന പെന്തക്കോസ്ത് നാളിൽ പത്രോസിന് പറയാനുള്ളത്, ഇത് അന്ത്യകാലത്ത് യോവേൽ പ്രവാചകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രവചന നിവൃത്തിയാണ് എന്നവിടെ പറയുകയാണ്. ലോകത്തിൽ പല കാലഘട്ടങ്ങൾ നമ്മൾ കാണാം. ഒന്ന്, ദൈവം പ്രപഞ്ചത്തെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഉൽപ്പത്തിയിലെ ആ സൃഷ്ടിപ്പ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ആദും ഹവ്വയും പാപം ചെയ്തു, പാപികളായിട്ട് ദ ഫോൾ ഓഫ് മാൻ, മനുഷ്യൻ്റെ വീഴ്ചയുടെ കാലഘട്ടം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവം പിതാക്കന്മാരെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. അതൊരു പുതിയ കാലഘട്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ കാലഘട്ടമായിട്ട് ക്രിയേഷൻ, രണ്ടാമത്തെ കാലഘട്ടമായിട്ട് മനുഷ്യൻ്റെ വീഴ്ച, പാപ സംബന്ധമായിട്ടുള്ള വീഴ്ച. മൂന്നാമതായിട്ടുള്ള കാലഘട്ടം പിതാക്കന്മാരെ ദൈവം വിളിക്കുന്നു, വേർതിരിക്കുന്നു. നാലാമതായിട്ടുള്ളൊരു കാലഘട്ടം മോശ മുഖാന്തരം ദൈവം കവനന്റ് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഒരു നിയമം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് രാജവാഴ്ച. ശൗലിനെ ദൈവൻ രാജാവായി ഇസ്രയേലിന് കൊടുക്കുന്നു. പിന്നീട് രാജ്യം പിളർന്ന് യഹൂദ രാജ്യവും ഇസ്രയേൽ രാജ്യവും രണ്ടായിട്ട് പിളരുന്നതായിട്ട് നമ്മൾ കാണുന്നു, കിങ്ഡംസ്. പിന്നീട് നമ്മൾ അഞ്ചാമതായിട്ട് കാണുന്നത് കിങ്ഡം ആണെങ്കിൽ ആറാമതായിട്ട് കാണുന്ന എക്സൈൽസ്. അവരുടെ പാപം മൂലം അവർ ചിതറപ്പെടുന്നു. എക്സൈൽ നടന്നത് ബാബിലോണിയൻ എംപയർ യെരുശലേമിനെ ആക്രമിച്ച് യഹൂദ രാജ്യം പോകുന്നെങ്കിൽ അതിനു മുമ്പ് തന്നെ അശ്ശൂർ ഇസ്രയേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏഴാമതൊരു സംഭവം നടക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് റിട്ടേൺ. അതൊരു ഫൈനൽ ക്വാർട്ടറാണ്. നമ്മൾ NBA ബാസ്കറ്റ് ബോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചിലരൊക്കെയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം ആ ഫോർത്ത് ക്വാർട്ടറിലോട്ട് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ആ ഫോർത്ത് ക്വാർട്ടറിൽ തോറ്റെന്ന് തോന്നുന്നവർ ചിലപ്പോൾ ജയിക്കും. അതും പ്രത്യേകിച്ച് ഒരു പോയിൻറ്റിനും മറ്റും ജയിക്കുക എന്ന് പറഞ്ഞാൽ, തോറ്റുമെന്ന് കരുതിയവർ ഒരു പോയിൻറ്റിന് ജയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെയുള്ള ഫോർത്ത് ക്വാർട്ടർ, കാലഘട്ടത്തിൻ്റെ ഫോർത്ത് ക്വാർട്ടർ, നാലാമത്തെ ആ അവസ്ഥ, ഫൈനൽ ക്വാർട്ടർ. ആ ഫൈനൽ ക്വാർട്ടറിലാണ് ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ ക്വാർട്ടറിൻ്റെ ഫൈനൽ സെക്കൻഡുകളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അത് 2000 വർഷത്തിന് മുമ്പ് പെന്തക്കോസ്തിലെ പത്രോസ് പറയുന്നത് അന്ത്യകാലഘട്ടമാണ്. എന്നാൽ അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലഘട്ടങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഒരു വേദപണ്ഡിതനും ഫിലോസഫറുമായിരുന്ന C.S. ലൂയിസ്, അദ്ദേഹം ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന ആളാണ്, പണ്ഡിതനാണ്, ഫിലോസഫറാണ്. എന്നാൽ അദ്ദേഹം എഴുതുന്നതെല്ലാം ചെറിയ ചെറിയ കഥകളിലൂടെയാണ് ആ ഫിലോസഫിയെ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്രോണിക്കിൾസ് ഓഫ് നാണിയ
എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ സമാഹാരമുണ്ട്. 7 ബുക്കുകളിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആസ്ലൻ എന്ന് പറയുന്ന ഒരു ലയണുണ്ട്. ആ ലയണിനെ അവതരിപ്പിച്ചിരിക്കുന്ന ക്രിസ്തുവിന് സാദൃശ്യനായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു വിശ്വാസി എന്നുള്ള രീതിയിലാണ് ഒരു ലൂസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവിടെ കാണിക്കുന്നു. അപ്പോൾ ലൂസി അല്പം ദുഃഖിതയായിരിക്കുകയാണ് ഈ പെൺകുട്ടി. അപ്പോൾ ഈ ആസ്ലൻ ലൂസിയോട് പറയുകയാണ്, ലൂസി, ഡു നോട്ട് ലുക്ക് സോ സാഡ്, വി ഷാൽ മീറ്റ് സൂൺ അഗെയിൻ. അപ്പം ഇവിടെ സങ്കടത്തിൻ്റെ കാരണം ആസ്ലന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ലയണാണ്. അപ്പോൾ ഈ ലയൺ പറഞ്ഞ് ഞാൻ പോവുക, പിന്നെ വരും എന്ന് പറഞ്ഞതാണ് ലൂസിയുടെ വിഷമം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പം ഈ ലൂസി പറയുകയാണ്, വാട്ട് യു കോൾ സൂൺ, നീ പെട്ടെന്ന് വരും, തിരിച്ചു വരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. ഐ കോൾ ഓൾ ടൈം സൂൺ. ആസ്ലിൻ്റെ മറുപടിയാണ്, ഞാൻ വരുമെന്ന് പറയുന്നത് എല്ലാ സമയത്തെ കൊണ്ട് കാലഘട്ടത്തെ നോക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഞാൻ മടങ്ങി വരും. ഞാൻ പല കാലഘട്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ കാലഘട്ടത്തിൻ്റെ അവസാനം ഞാൻ മടങ്ങി വരും. ആ അവസാനം തുടങ്ങിയതെപ്പോഴാണ്? പെന്തക്കോസ്ത് നാളിൽ, അല്ലെ കർത്താവിൻ്റെ കാല ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അത് തുടങ്ങുകയെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവ് വരെയുള്ള സമയമാണ് അന്ത്യനാൾ എന്ന് പറയുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2000 years നമ്മൾ കർത്താവിൻ്റെ വരവിനോട് ക്ലോസറായി. ഞാൻ വരുമെന്ന് കർത്താവ് ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞതിന് ആ സമയം വെച്ച് നമ്മൾ നോക്കുമ്പോൾ 2000 വർഷം കൂടെ നമ്മൾ അടുത്തു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ കർത്താവിൻ്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പഴയ നിയമത്തിൽ 30 വാക്യങ്ങൾ എടുത്താൽ അതിലൊരു വാക്യം കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 13 വാക്യങ്ങൾ എടുത്താൽ അതിലൊരു വാക്കെങ്കിലും കർത്താവിൻ്റെ മടങ്ങി വരവിനെ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ 30 വാക്യവും പുതിയ നിയമത്തിൽ 13 വാക്യവും സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് കർത്താവ് മടങ്ങി വരുമെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട മെസ്സേജുകളിലൂടെ ഒക്കെ കേട്ടു, കർത്താവിൻ്റെ 1ാം വരവിനെ എത്രമാത്രം പ്രവചനങ്ങൾ ഉണ്ടായി. ആ പ്രവചനങ്ങളെയൊക്കെ ഫിൽറ്റർ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ച് പ്രവചനപ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം നിറവേറി, അക്ഷരം പ്രതി നിറവേറുകയാണ്. യേശുവിൻ്റെ 1ാം വരവിനെക്കുറിച്ചും ആ പ്രവചനം നിറവേറുന്നതിനെക്കുറിച്ചുമുള്ള എല്ലാ പ്രവചനവും കൃത്യമായി നിറവേറിയെങ്കിൽ കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അതുപോലെ തന്നെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് മടങ്ങി വരും. അപ്പോൾ അതിനെ കണ്ടുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അദ്ദേഹം ഫിലിപ്പി ലേഖനം 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലന് പറയാനുള്ളത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിൻ്റെ വരം, 2ാം വരവിനെ കുറിച്ച് അവിടെ പറയുകയാണ്. അതുപോലെ തീത്തോസിൻ്റെ ലേഖനത്തിൽ 2:13 പറയുന്നു, നമ്മുടെ പ്രത്യാശ എന്താണെന്ന് പറയുന്നു. അതിങ്ങനെയാണ്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ച് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു ഡിസിപ്ലിൻഡ് ലൈഫ്, കൃത്യനിഷ്ഠയുള്ള ഒരു ജീവിതം, നിർമ്മലമായ ഒരു ജീവിതം നയിച്ച് ദൈവസന്നിധിയിലായി എന്താ പറഞ്ഞാൽ അതിനെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചമോഹം, ഭക്തികേടും
പ്രപഞ്ചമോഹങ്ങളും വർജിച്ച് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരണം എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ നിർദ്ദേശിക്കുന്നു. പത്രോസും വിട്ടിട്ടില്ല. നമ്മളെ പുതിയ നിയമത്തിലെ എഴുത്തുകാരിലും പ്രവർത്തകരിലും ശക്തരായ രണ്ട് അപ്പോസ്തലന്മാരെ കാണുന്നു. ഒന്ന് പത്രോസിലും ഒന്ന് പൗലോസിലുമാണ്. അപ്പോൾ പൗലോസ് പറയുന്നു, നമ്മൾ കർത്താവ് മടങ്ങി വരും, അതുകൊണ്ട് ഭക്തിയോടൊക്കെ വെടിഞ്ഞ് നിർമ്മലതയുള്ളവരായി നിങ്ങൾ ജീവിക്കണം. എങ്കിൽ പത്രോസ് പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കാം. 1 പത്രോസ് 4:7 ഇങ്ങനെ പറയുന്നു, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. കർത്താവ് മടങ്ങി വരുമെന്ന് വിചാരിച്ച് അലസമായിട്ടിരിക്കാനല്ല ഇവിടെ പറയുന്നത്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, കർത്താവ് മടങ്ങി വരും, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ എന്നുള്ള കൽപ്പനയാണ് പത്രോസിന് പറയാനുള്ളത്. അപ്പോൾ ബി റെഡി എന്നുള്ളതാണ് ഇന്ന് വായിച്ച വേദപാഠത്തിൽ നിന്ന് നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത്. രണ്ടാമത്, നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം, ബി പേഷ്യൻറ്റ്. അപ്പോൾ കർത്താവ് വരുമെന്നുള്ളത് 1-ാം നൂറ്റാണ്ട് വരെയുള്ള ആളുകൾ തൊട്ടുള്ള ആളുകളുടെ വലിയ പ്രതീക്ഷയാണ്. ആദ്യ നൂറ്റാണ്ടുകളിലെ വിശ്വാസികളൊക്കെ ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് പോയിട്ട് ബായ് പറയുന്നതിന് പകരം അവർ പറയുന്നത് മാറാനാഥ എന്നാണ്. മാറാനാഥ നമ്മൾ പറയില്ലയോ, ബായ് സി യു ലേറ്റർ എന്ന് പറയുന്നതിന് പകരം അവർ പറയുന്നത് മാറാനാഥ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ കർത്താവ് വേഗം വരും, മടങ്ങി വരും എന്നുള്ളതാണ്. അപ്പോൾ ബി റെഡി ഫോർ ഹിസ് കമ്മിങ്, ദാറ്റ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ ചർച്ച്. രണ്ടാമതായിട്ട്, കർത്താവ് മടങ്ങി വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബി പേഷ്യൻറ്റ്, ദീർഘക്ഷമയോടിരിപ്പീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. AD 150 ജീവിച്ചിരുന്ന ക്ലമൻ്റ് എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നത്, യാക്കോബും യൂദയും ഒക്കെ ഇടയ്ക്കൊക്കെ ഫിഷിങ്ങിനൊക്കെ അവർ പോകുമെങ്കിലും അവരുടെ മെയിൻ ജോലി കൃഷിയായിരുന്നെന്നാണ് പറയുന്നത്, യൂദയുടെയും യാക്കോബിൻ്റെയും ഒക്കെ. അപ്പോൾ കൃഷി ചെയ്താൽ ഉടൻ ഫലം വരുമോ? ചില വിത്തൊക്കെ കുഴിച്ചിട്ട് നോക്കിയിരിക്കുക പലരും, ഇത് കിളുത്ത് വരാൻ. എന്നിട്ട് അത് കിളുത്ത് വരുന്നില്ല. കാരണം എന്താ? പ്രോപ്പറായിട്ടുള്ള ചൂടില്ല, മഴയില്ല, അത് കിളുക്കാതെ നിൽക്കുക. അപ്പോൾ ഇത് നട്ടേ ചോട്ടനെ അതിൻ്റെ ഫലം കിട്ടണമെന്ന് വിചാരിച്ചിരുന്നാൽ നടക്കുമോ? അപ്പോൾ നമ്മൾ ഫലത്തിനായി കാത്തിരിക്കുന്നത് ദീർഘക്ഷമയുടെ ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതിന് ഏർലി റെയിൻ വേണം, ആദ്യ മഴകൾ വേണം ഗ്രോയിങ് സീസണിൽ. മുൻമഴ, പിന്മഴ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻമഴ എന്തിനാണ്? ഇത് വളർന്നു വരണേ വെള്ളം വേണം, അതാ മുൻമഴ. ഫാർമർ കാത്തിരിക്കുക. അന്നൊന്നും അവിടെ ഇറിഗേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, മഴയെ ആശ്രയിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. പൈപ്പിൽ കൊണ്ടുപോയി വെള്ളം അടിക്കുന്ന പോലെ അവിടെ പറ്റുകയില്ല. എന്നാൽ ലാറ്റർ റെയിൻ, പിന്മഴ എന്താണ്? പിന്മഴ എന്ന് പറയുന്നത് കൊയ്ത്തിന് മുമ്പ്. അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിളഞ്ഞു വരുമ്പോൾ ഒരു മഴയൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പുഷ്ടിപ്പെട്ട് അതിൻ്റെ നെൽമണികൾ, ഗോതമ്പ് മണികളൊക്കെ ഒന്ന് പുഷ്ടി പ്രാപിക്കും. അതിനു വേണ്ടിയാണ് ലാറ്റർ റെയിൻ ഉള്ളത്, ബിഫോർ ഹാർവെസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുഷ്ടിപ്പിലേക്ക് ഈ ആത്മാവിനെയാണ് അവിടെ വെള്ളമായിട്ട് റെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ഒരു പുഷ്ടിപ്പ്, വളർച്ചയ്ക്കും ഫലത്തിനും ആവശ്യമാണ് ആത്മനിറവ്. എൻ്റെ ഒരു റിക്വസ്റ്റ്, എന്നെ കേൾക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ലാത്തവർ അതിനായിട്ട് കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിൽ വിജയ ജീവിതം നയിപ്പാൻ കഴിയുന്നത്. അതിനുവേണ്ടി സമയമോ ദിവസങ്ങളോ വേർതിട്ടെടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കും. അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? യാചിപ്പീൻ എന്നാൽ ലഭിക്കും. നമ്മൾ ആത്മാർത്ഥമായ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിറയ്ക്കും. ഈ അന്ത്യകാലങ്ങളിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്നത് ആത്മനിറവിലും ആത്മീയ ശക്തിയിലുമുള്ള ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുക, 6:9 പറയുന്നുണ്ട്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും.
നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. കർത്താവ് വരുമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കണമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്യണം. കർത്താവ് ആഗ്രഹിക്കുന്ന കൊയ്ത്തുണ്ടാകണമെങ്കിൽ വിത നടക്കണം, വിതച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ലഭിക്കുന്ന ചാൻസുകളൊക്കെ കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതുപോലെ കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 126 സങ്കീർത്തനത്തിൽ പറയുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിതയ്ക്കാൻ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്, കൊയ്യുമ്പം വലിയ സന്തോഷമൊക്കെയാണ്. പക്ഷേ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടൊരു കൊയ്ത്തുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളെയോ പ്രതികൂലങ്ങളെയോ വകവയ്ക്കാതെ നമ്മൾ ശക്തിയോടെ കർത്താവിൻ്റെ സുവിശേഷവൽക്കരണത്തിൽ നമ്മൾ മുന്നോട്ട് വരണം. നമ്മൾ ആ ലാഭബോധം ചെയ്യണം. എനിക്ക് സന്തോഷമുണ്ട്, മാർട്ടിൻ ലൂതർ പറഞ്ഞതുപോലെയും അതുപോലെ കൊളംബസ് പറഞ്ഞതുപോലെയും ഒന്നും കർത്താവ് 4-5 നൂറ്റാണ്ടിന് മുമ്പ് വന്നില്ല എന്നുള്ളത്. കാരണം അതുകൊണ്ട് പാവപ്പെട്ട നമുക്കും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും രക്ഷിതാവായി അംഗീകരിക്കാനും ഒക്കെയുള്ള സമയം നമുക്ക് ലഭിച്ചു. പ്രൈസ് ദ ലോർഡ്. മൂന്നാമതായിട്ട് നമ്മൾ വായിച്ച വേദപാഠത്തിൽ നമ്മൾ കണ്ടത്, ബി സ്ട്രോങ്, ശക്തിയുള്ളവരായിരിക്കണം, ശക്തരായിരിക്കണം. ബി റെഡി, ബി പേഷ്യൻറ്റ് ആൻഡ് ബി സ്ട്രോങ്. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശക്തരായി ജീവിക്കണം, ശക്തി വിഘ്നരായിട്ടല്ല. സ്ട്രെങ്തൻ യുവർ ഹാർട്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൃദയം സ്ഥിരതയുള്ളതായിരിക്കണം. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ആ സ്ഥിരതയെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് കർത്താവ് കാണിക്കുന്നു. അതിങ്ങനെയാണ്, അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. ഹല്ലേലൂയ. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം, ക്രൂശീകരണത്തിനുള്ള കാലം. ക്രൂശീകരണം യേശു ജഡത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ജഡമുള്ള ആളാണ്, ജഡീകനല്ല, ജഡമുള്ള ആളാണ്, മനുഷ്യര ശരീരമുള്ള ആളാണ്. ഈ ആണിയൊക്കെ ഏറ്റാൻ നോക്കുന്ന ആളാണ്, അടിയേറ്റാൻ നൊമ്പരമുള്ള ആളാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്നതെന്നറിയാം. തൻ്റെ ആരോഹണം, ആ ആരോഹണത്തിനുള്ള കാലമായ തയ്യാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു. ബി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഉറപ്പുള്ളവരായിരിക്കണം. ക്രൂശെ കയറാനാണ് പോകുന്നതെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. ക്രൂശെ കയറ്റുന്നതിന് മുമ്പ് തല്ല് കിട്ടുമെന്ന് യേശുവിന് അറിയാം. കയ്യിലും കാലിലും ആണി ഇറക്കുമെന്ന് യേശുവിന് അറിയാം. എന്നാൽ അവിടെ കാണുന്നത്, അവൻ്റെ ആരോഹണകാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് പോകാൻ മനസ്സുറപ്പിച്ചു. ഒരു 1-2 അധ്യായം കൂടെ കഴിയുമ്പോൾ 13-ാം അധ്യായത്തിൽ അവിടെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു പോകുന്നതിന് മുമ്പ് ചില ദിവസങ്ങളുണ്ട്. അപ്പോൾ അതിനെ കണ്ടുകൊണ്ട് യേശു പറയുക, എങ്കിലും ഇന്നും നാളെയും മറ്റേനാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരുശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മരിക്കേണ്ടത് യെരുശലേമിന് വെളിയിലല്ല, ഒരു പ്രവാചകനും യെരുശലേമിന് പുറത്തല്ല മരിച്ചിട്ടുള്ളത്, യെരുശലേമിൻ്റെ നടുക്ക് അവിടെ വെച്ചാണ് കഷ്ടതയേറ്റിട്ടുള്ളത്. എൻ്റെ മരണം യെരുശലേമിൽ തന്നെയാണ് എന്ന് പറയുന്നു. എന്നാൽ അതുവരെ ഇന്നലെയും ഇന്നും, അല്ലെ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിങ്ങനെയാണ്, എങ്കിലും ഇന്നും നാളെയും മറ്റേന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാണ്, പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവ് 2-3 ദിവസത്തിനുള്ളിൽ നടക്കുമെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? പ്രവർത്തിക്കാതെ നിഷ്ക്രിയരായിട്ടിരിക്കുക എന്നുള്ളതല്ല, കർത്താവിൻ്റെ വേദയിൽ സുബോധമുള്ളവരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. വേറൊന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഡിവൈൻ പ്രൊവിഷൻ ദൈവം നമുക്ക് തരും. എന്നാൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്രൊവിഷനൊക്കെ ഡിവൈനായിട്ട് തരുമെങ്കിലും വി ഹാവ് എ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ആ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ടു ഗെറ്റ് ബിസി, തിരക്കോടുകൂടെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുക. രണ്ടാമത്, വോക്ക് ദ വോക്ക് വിത്ത് ഹോളി സ്പിരിറ്റ്, ആത്മനിറവോടുകൂടെ സഞ്ചരിക്കുക, പ്രവർത്തിക്കുക. വോക്ക് ഇൻ ദ ഹോളി സ്പിരിറ്റ്, വെറുതെ സഞ്ചരിക്കുകയല്ല, ആത്മനിറവുള്ളവരായി നാം സഞ്ചരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ ജഡീക ഇച്ഛകളെ മരിപ്പിപ്പാൻ നമുക്ക് കഴിയും.
ജഡികമായ ചിന്തകൾ വന്നാൽ അതിനെ ഒതുക്കുവാൻ, വിജയികളായി ജീവിപ്പാൻ. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്, വിജയ ജീവിതമാണ്. തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ സഹായിക്കുന്നത് എന്താണ്? ആ ആത്മീയ ശക്തി തരികാനാണ്. ഹല്ലേലൂയ. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2:12 പറയുന്നുണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാനായിട്ട് പ്രവർത്തിക്കാനല്ല, രക്ഷിക്കപ്പെട്ടവർ കർത്താവിൻ്റെ വേലയിൽ സജീവരായി മുന്നേറണമെന്നുള്ളതാണ്. അവിടെ രക്ഷ എന്നുള്ള അർത്ഥം വിവക്ഷിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവുമാണ്. നമ്മളെ തന്നെ ശക്തീകരിപ്പാൻ ദൈവം പറയുന്നുണ്ട്, ദൈവവചനം നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ദൈവം നമ്മെ ശക്തീകരിക്കാൻ മനസ്സുള്ളവനാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് വയ്ക്കണം അത് പ്രാപിച്ചെടുക്കാൻ. ഒരു ചരിത്രം ഓർക്കുന്നു, ദാവീദിൻ്റെ കൂടെ ചില പടയാളികൾ 600 പേരുണ്ടായിരുന്നു. അവരൊക്കെ യുദ്ധത്തിന് പോയി. മടങ്ങി വന്നപ്പോൾ കണ്ടു അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം പിടിച്ചോണ്ട് ശത്രുക്കൾ പോയി. ഈ 600 കൂട്ടുകാരും എന്ത് ചെയ്തു? കല്ല് കയ്യിലെടുത്തു. കാരണം ദാവീദ് പറയുന്നത് കേട്ടോണ്ടാണ് അവർ പോയത്. ഈ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ തന്നെ അവർ തീരുമാനിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, തൻ്റെ കൂടെ നടന്ന 600 പേര് കല്ല് കയ്യിലെടുത്തിരിക്കുകയാണ് ഈ ദാവീദിനെ കല്ലെറിയാൻ. കാരണം അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്ഷീണിച്ചു പോകുകയില്ലേ സാധാരണ രീതിയിലൊരു മനുഷ്യൻ? എന്നാൽ നമ്മൾ കാണുന്നു 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ കാണുന്നു, അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. വേറെ ഒരു ചാൻസും ഇല്ല. പുള്ളിയുടെ ശക്തിയിൽ വിശ്വസിക്കാനൊക്കത്തില്ല. കാരണം 600 പേരാണ് ചുറ്റും നിൽക്കുന്നത്. 600 പേരുടെ കയ്യിൽ കല്ലും വടിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു തന്നെ കൊല്ലാൻ. അവർ മതി തന്നെ കൊല്ലാൻ. ഗോലിയാത്തിനെയൊക്കെ കൊന്നെന്നുള്ളത് ശരിയാണെങ്കിലും ഈ 600 പേരെ എതിർക്കാനോ ഒന്നുമുള്ള കെപ്പ് അദ്ദേഹത്തിൻ്റെ ഇല്ല. അവിടെ പറയുന്നത്, ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. അവൻ്റെ ദൈവത്തിൽ അവൻ ബലപ്പെട്ടു, അവൻ്റെ ദൈവത്തിൽ അവൻ ശരണപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വരവിനെ നോക്കിയിരിക്കുന്നവരെ കർത്താവിൽ നമുക്ക് ബലഹീനത വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്, പ്രതികൂലങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരിഭ്രമിച്ചിരിക്കാൻ അല്ല ഇവിടെ ദൈവവചനം പറയുന്നത്. പിന്നെന്താണ്? കർത്താവിൽ നാം ബലപ്പെടണം. ജീവിതത്തിലെ ഏത് പ്രശ്നമായിരുന്നാലും കർത്താവിൽ നാം ബലപ്പെടണം. എൻ്റെ കർത്താവിനോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് വാക്ക് എന്നവൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് രോഗം വരട്ടെ, മക്കളാലുള്ള പ്രയാസങ്ങൾ സംഭവിക്കട്ടെ, സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകട്ടെ, എനിക്ക് ജയിക്കാൻ കഴിയത്തില്ലെന്നുള്ള തോന്നുന്ന ആ വിഷയങ്ങൾ വരട്ടെ, നമ്മുടെ പ്രത്യാശ കർത്താവിലായിരിക്കണം. ഹല്ലേലൂയ. ഈ പ്രത്യാശ, കർത്താവിൻ്റെ മടങ്ങിവരവിലുള്ള പ്രത്യാശ നമുക്ക് സമാധാനം തരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, സ്വർഗത്തിലെ കാഹളത്തോടെ മടങ്ങി വരുമെന്നൊക്കെ കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷരായി ഉയർപ്പെടും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും, നാം ഒരുമിച്ച് അവൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടും. ഈ പറയുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്കൊരു ആശ്വാസം ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ജീവിത വിശുദ്ധി നൽകുന്നുവെന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനിൽ ഈ പ്രത്യാശ ഉള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മൾ നിർമ്മലതയുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് ദൈവം കാക്ഷിക്കുന്നു. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് അത് പറ്റത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിനെ നമ്മെ സഹായിക്കും. മൂന്നാമതായിട്ട് നമ്മൾ വേണ്ടത് ഓക്കുപ്പായ് ആൻഡ് കം, ഞാൻ വരുവോളം ഓക്കുപ്പായ്. തൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ തിരക്കായിട്ടിരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വേഗം വരും, കർത്താവ് തിരിച്ചു വരും. ലോക വിഷയങ്ങളൊക്കെ നമ്മളെ ഇന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി റെഡിയായിട്ടിരിക്കണം. ജീവിത വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ഉപദേശ വിശുദ്ധിയിലും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് വചനാനുസരണം ജീവിപ്പാനുള്ള മനോഭാവത്തോടുകൂടി നമുക്ക് നിലനിൽക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.